പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. സാധാരണയായി നമ്മൾ ജീവിക്കുന്ന നാടിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ നല്ല വാക്കുകൾ പറഞ്ഞാൽ നമുക്കതിലൊക്കെ വലിയ സന്തോഷവും അഭിമാനവുമാണ് തോന്നുക. അതോടൊപ്പം തന്നെ നമ്മുടെ നാടിനെ ആരെങ്കിലും വികലമായി ചിത്രീകരിച്ചാൽ, മോശമായി പറയുകയോ ഇകഴ്ത്തിക്കാട്ടുകയൊക്കെ ചെയ്താൽ സ്വാഭാവികമായിട്ടും പ്രതികരിക്കാനുള്ള സ്പേസ് ഉണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ അവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിക്കും. മലപ്പുറത്തെയും അവിടുത്തെ ഭൂരിപക്ഷ ജനതയായ മുസ്ലിങ്ങളെയും ലക്ഷ്യം വെച്ചുകൊണ്ട് കുറേ കാലമായി ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും വിദ്വേഷ പരാമർശങ്ങളും നമ്മൾ നിരന്തരം കണ്ടും കേട്ടും ഇരിക്കുന്നവരാണ്. അതിനൊക്കെ കൃത്യമായ മറുപടി നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ പലരും പല സമയങ്ങളിലായി പറഞ്ഞിട്ടുമുണ്ട്. 2 ദിവസങ്ങൾക്ക് മുമ്പ് വെള്ളാപ്പള്ളി നടേശനും കഴിഞ്ഞ ദിവസം കെ സുരേന്ദ്രനും മലപ്പുറത്തിനും മലപ്പുറത്തെ ജനങ്ങൾക്കുമെതിരെ വർഗീയ വിദ്വേഷ പരാമർശങ്ങളുമായി കളം നിറയുന്ന കാഴ്ച നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അത്തരം പരാമർശങ്ങൾക്കെതിരെ ഇതിനോടകം തന്നെ പലരും പ്രതികരിച്ചു കഴിഞ്ഞു. പ്രത്യേകിച്ച് മലപ്പുറം നിവാസികളും മലപ്പുറത്ത് വന്ന് സ്ഥിരതാമസമായ മറ്റ് ജില്ലയിലുള്ള ആളുകളുമൊക്കെ കൃത്യമായ മറുപടി അതിന് കൊടുക്കുന്നുമുണ്ട്. ഇതിനിടയിൽ മലപ്പുറത്തെ ആക്ഷേപിക്കുകയും അപമാനിക്കുകയും ചെയ്യുന്നവരോടൊപ്പം ചേർന്ന് അവർക്ക് പിന്തുണ നൽകിക്കൊണ്ടുള്ള ഒരാളുടെ വീഡിയോ കാണാനിടയായി. അയാൾക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ അയാളും മലപ്പുറത്തുകാരനാണ്. ആളെ നിങ്ങളറിയും, നമ്മുടെ കാളിച്ചേട്ടൻ. കാളി മീഡിയ എന്ന യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം വീഡിയോസ് ചെയ്യുന്ന സംഖ്യയാണ് കാളിച്ചേട്ടൻ. ഒരാളുടെ നാടിനെക്കുറിച്ച് മറ്റുള്ളവർ നല്ല വാക്കുകൾ പറയുകയും ആ നാട്ടിലെ ജനങ്ങളുടെ സ്നേഹത്തെക്കുറിച്ചും അവരുടെ ഇടപെടലിനെയൊക്കെക്കുറിച്ചും അവരുടെ മഹത്വത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുമ്പോൾ അതിൽ താല്പര്യമൊന്നും തോന്നാതെ, അതിൽ സന്തോഷമോ അഭിമാനമോ തോന്നാതെ ഒരുതരം അസ്വസ്ഥത പ്രകടിപ്പിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. കാളിച്ചേട്ടൻ പങ്കുവെച്ച വീഡിയോയിൽ പറയുന്നത്, എൻ്റെ നാടായ മലപ്പുറത്തെക്കുറിച്ച് ധാരാളം ആളുകൾ വളരെ വലിയ സ്നേഹത്തോടു കൂടിയൊക്കെ സംസാരിക്കുന്നത് കാണുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയില്ല, ഓരോ കാലത്ത് ഓരോരോ ടീച്ചർമാരിങ്ങനെ നൂലിൽ കെട്ടി ഇറക്കുകയാണ്. മലപ്പുറത്തെ മനുഷ്യരൊക്കെ നല്ലവരാണ്, അവരൊക്കെ പ്രത്യേകമായ സ്നേഹമുള്ളവരാണ് എന്ന രീതിയിൽ എൻ്റെ മലപ്പുറത്തെ ഇങ്ങനെ നിരന്തരം വെളുപ്പിക്കുന്ന ഒരു കാഴ്ച കുറേ കാലമായി ഞാൻ കാണുകയാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മലപ്പുറത്ത് അങ്ങനെയൊന്നുമില്ല. എല്ലാ നാടുകളിലും ഉള്ള പോലെയുള്ള സ്നേഹമുള്ള സാധാരണ മനുഷ്യർ തന്നെയാണ് എൻ്റെ നാട്ടിലുമുള്ളത്. അല്ലാതെ ഈ പ്രചരിപ്പിക്കുന്നത് പോലെയോ നിങ്ങൾ പുറമേ നിന്ന് കാണുന്നത് പോലെയുള്ള വലിയ സ്നേഹത്തിൻ്റെ മകുട ഉദാഹരണങ്ങളെന്നൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന മാനവികമായ കാഴ്ചപ്പാടുകളെന്ന് അടയാളപ്പെടുത്താവുന്ന വലിയ സംഭവ വികാസങ്ങളൊന്നും എൻ്റെ മലപ്പുറത്തില്ല. പ്രത്യേകിച്ചൊരു മേന്മയും എൻ്റെ മലപ്പുറത്തിന് അവകാശപ്പെടാനില്ല എന്നൊക്കെയാണ് കാളിച്ചേട്ടൻ ആ വീഡിയോയിൽ പറയുന്നത്. അവസാനം വളരെ പ്രസക്തമായ ഒരു ചോദ്യം കൂടി കാളിച്ചേട്ടൻ ചോദിക്കുന്നുണ്ട്. നമുക്ക് ആ ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. മലപ്പുറം ജില്ലയുടെ കാര്യം വരുമ്പോൾ അവിടുന്ന് ഇവിടുന്നൊക്കെ നൂല് കെട്ടിയിട്ട് ഓരോ ടീച്ചർമാരും മാഷന്മാരെ ഇറക്കും. ഞങ്ങൾ മലപ്പുറക്കാരുടെ പരിപാടി തന്നെ അതാ. ഫസ്റ്റ് ഏതെങ്കിലും മാഷന്മാരുടെ അടുത്ത് പോകും. മാഷ നാട് എവിടെയാ? ഞാനങ്ങ് പത്തനംതിട്ടയില്ല. മലപ്പുറം സൂപ്പറാ, ഞാൻ എൻ്റെ നാട്ടിലോട്ട് പോകുന്നില്ല, ഞാൻ മലപ്പുറത്തിന്റെ സ്ഥലം വാങ്ങി ഇവിടെ കൂടി. അതും പറഞ്ഞിട്ട് പറയും മലപ്പുറത്ത് വന്നവരാരും പോവില്ലേ, മലപ്പുറത്ത് വന്നവരാരും പോവില്ലേ. എന്തിനാടാ എവിടുന്ന് നിങ്ങൾക്ക് ഇതിന് മാത്രം മാഷന്മാരെ നൂലുകെട്ടി ഇറക്കി കിട്ടുന്നത്? അതാ ഞാൻ ആലോചിച്ച് നോക്കണേ. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും ടീച്ചർമാര് ഇന്ന ജില്ല മോശമാണ്, ഇന്ന ജില്ലയിലെ ആൾക്കാർ മോശമാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഇല്ല. അത്ര തന്നെയുള്ള എൻ്റെ മലപ്പുറത്തും മറ്റു ജില്ലക്കാരെ കുറിച്ച് പറയുമ്പോൾ മാഷന്മാരുടെ അടുത്തേക്ക് മയക്കും പിടിച്ചിട്ട് ആരും പോണില്ല. നിങ്ങൾ ഈ പത്രപ്രവർത്തകർ അവിടെയുള്ള ഇനി പോട്ടെ, പാലക്കാടുള്ള ടീച്ചറോട് പോയി ചോദിക്കി, കണ്ണൂരിലെ ടീച്ചറോട് പോയി ചോദിക്കി, കാസർഗോഡുള്ള ടീച്ചറോട് പോയി ചോദിക്കി, തിരുവനന്തപുരമുള്ള ടീച്ചർമാരോട് പോയി ചോദിക്കി. ആ മൈക്കൊടുത്ത് മുന്നിൽ പോയിട്ട് പറ എങ്ങനെയുണ്ട് തിരുവനന്തപുരം, ജീവിക്കാൻ അങ്ങനെ ചോദിച്ചു നോക്ക് നിങ്ങൾ. അപ്പൊ അവര് പറയും, ഇത്ര സന്തോഷമുള്ളൊരു നാട് വേറെ ഇല്ല. ഇത് തന്നെ പറയുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും പറയില്ല. പക്ഷെ അവിടെ ആരും ഈ പറഞ്ഞ ജില്ലയുടെ കാര്യം വരുമ്പോൾ ടീച്ചർമാർ അണ്ണാക്കിലോട്ട് മൈക്കെടുത്ത് ചെല്ലാറില്ല എന്നുള്ളൂ. പക്ഷെ ഞങ്ങൾ മലപ്പുറംകാർ അതങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ഞങ്ങളെ നാട് നല്ലതാണൊക്കെ. ഒന്ന് പോരാ കണ്ട്. എൻ്റെ നാട് എല്ലാ നാടിനെ പോലെ തന്നെയാണ്. എൻ്റെ നാടിന് പ്രത്യേകതകളൊന്നുമില്ല. എല്ലാവരും സ്നേഹമുള്ള മനുഷ്യന്മാരാണ്. ആരും സ്നേഹമില്ലാത്തവരൊന്നുമില്ല. മലപ്പുറം ജില്ലയിലുള്ളവർ സ്നേഹമുള്ളവരാണ്, തൊട്ടപ്പുറത്തുള്ള കോഴിക്കോട് ജില്ലക്കാർ സ്നേഹമുള്ളവരാണ്, തൊട്ടപ്പുറത്തുള്ള പാലക്കാട് ജില്ലക്കാർ സ്നേഹമുള്ളവരാണ്. എല്ലാവരും സ്നേഹത്തിനൊന്നും ആർക്കും ഒരു കുറവുമില്ല. മലപ്പുറംകാരെന്താണെന്ന് വെച്ചാൽ പണ്ട് മുതലേ ചെയ്യേണ്ട പരിപാടിയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സ്നേഹമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യും, അത്രേ ഉള്ളൂ. ഞാൻ മലപ്പുറത്തിനെ കുറ്റം പറഞ്ഞതെന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ഞത്തോട്ട് കയറാൻ പറ്റണ്ട. ഉള്ള കാര്യം ഉള്ള പോലെ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ടീച്ചർ പറയട്ടെ, അല്ലെങ്കിൽ മാഷ് പറയട്ടെ, ഏതെങ്കിലും ഒരു ജില്ലയത്തെ പറയട്ടെ ആ നാട് മോശമാന്നുള്ളത്, അവിടെ ഉള്ളൊരു സ്നേഹമില്ലാത്തവരാണെന്ന് പറയട്ടെ. നിങ്ങൾ പറയണേ ഞാൻ കേൾക്കാം. എൻ്റെ പൊന്ന് കാളിച്ചേട്ടാ, നിങ്ങളൊരു പൊട്ടനാണോ അതോ പൊട്ടനായി അഭിനയിക്കുകയാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരു ജില്ലയെക്കുറിച്ച് മോശമായ പരാമർശങ്ങൾ ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ജില്ലയിലെ ജനങ്ങളൊന്നും ശരിയല്ല എന്ന് ആരെങ്കിലും പറയുമ്പോഴാണ് ആ നാട്ടിൽ നിന്നും ജനങ്ങൾ പ്രതികരിക്കുന്നത്. അല്ലാത്തിടത്തോളം കാലം ആരും മൈക്കിന് മുമ്പിൽ വന്ന് ഞങ്ങളുടെ നാട് നല്ല നാടാണ്,
ഈ നാട്ടിലെ ജനങ്ങളൊക്കെ സ്നേഹമുള്ളവരാണെന്ന് ആരും പറയില്ല. ഉദാഹരണം പറഞ്ഞാൽ കോട്ടയം ജില്ല ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമുള്ളൊരു ജില്ലയാണ്. ആ ജില്ലയെക്കുറിച്ച് നാളെ ഒരാൾ വന്നിട്ട് ഒരു രാഷ്ട്രീയ നേതാവോ ഒരു സാമുദായിക നേതാവോ അല്ലെങ്കിൽ ഒരു മതപണ്ഡിതനോ പറയുകയാണ് കോട്ടയം ജില്ലയിലെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വലിയ പ്രതിസന്ധിയിലാണ്, ക്രൈസ്തവർക്കിടയിൽ ഞെങ്ങി സ്വാതന്ത്ര്യത്തിൻ്റെ ശുദ്ധവായു പോലും ശ്വസിക്കാൻ കഴിയാതെ, അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. കോട്ടയം ജില്ല ഒരു പ്രത്യേക രാജ്യമാണ്, ഒരു പ്രത്യേക മതവിഭാഗം കൈയടക്കി വെച്ചിരിക്കുകയാണ്. ഈ രീതിയിലൊക്കെ നാളെ ആരെങ്കിലും വന്ന് പറയുമ്പോഴാണ് ആ നാട്ടിൽ നിന്നും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുന്നത്. മറ്റ് ദേശങ്ങളിൽ നിന്നും ആ നാട്ടിൽ വന്ന് ജീവിക്കുന്ന മുസ്ലിങ്ങളും ഹിന്ദുക്കളും അപ്പോഴാണ് പ്രതികരിക്കുക. ഞങ്ങൾക്ക് അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല, ഞങ്ങളെല്ലാവരും ഇവിടെ ഏകോദര സഹോദരങ്ങളെ പോലെയാണ് ജീവിക്കുന്നത്, ഞങ്ങളുടെ അയൽവാസികളൊക്കെയും ക്രിസ്ത്യാനികളാണ്. ഈ നാടൊരു ക്രൈസ്തവ ഭൂരിപക്ഷ നാടായതുകൊണ്ട് കുറേ കാലമായി ഞങ്ങൾ അവർക്കിടയിൽ തന്നെ താമസിക്കുകയാണ്, ഞങ്ങൾക്കൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും അവർക്കിടയിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് മുസ്ലിങ്ങളും ഹിന്ദുക്കളുമായ മനുഷ്യർ വന്ന് പറയണമെങ്കിൽ ആ നാടിനെക്കുറിച്ച്, കോട്ടയത്തെക്കുറിച്ച് മോശമായ രീതിയിൽ കഥകൾ പ്രചരിക്കണം. സുരേന്ദ്രനെ പോലെയോ വെള്ളാപ്പള്ളി നടേശനെ പോലെയോ ഉള്ള വിഷജന്തുക്കൾ അത്തരത്തിൽ കോട്ടയം ജില്ലയെ ഇകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ് ആ നാട്ടിൽ നിന്നും ജനങ്ങളുടെ പ്രതികരണം ഉണ്ടാവുന്നത്. അത്തരത്തിൽ ആ ജില്ലകളെക്കുറിച്ചും ആ നാട്ടിലെ ജനങ്ങളെക്കുറിച്ചുമൊന്നും ആരും മോശമായി സംസാരിക്കാത്തത് കൊണ്ടും അവരെ ഇകഴ്ത്തി കാട്ടാത്തത് കൊണ്ടുമാണ് തിരുവനന്തപുരത്ത് നിന്നും കോഴിക്കോട് നിന്നും കോട്ടയത്ത് നിന്നും പത്തനംതിട്ടയിൽ നിന്നും പാലക്കാട് നിന്നൊന്നും ഈ നാട് ഒരു കുഴപ്പവുമില്ല, നല്ല നാടാണ്, ഈ നാട്ടിലെ ജനങ്ങളൊക്കെ സ്നേഹമുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ മൈക്കിന് മുമ്പിൽ വരാത്തത്. എന്നാൽ മലപ്പുറത്തിൻ്റെ അവസ്ഥ അതല്ല. മലപ്പുറത്തിനെതിരെ നിരന്തരം വിദ്വേഷ പ്രചരണങ്ങൾ നടക്കുകയാണ്. പല കാലങ്ങളിലായി പല സമയങ്ങളിലായി നമ്മളത് കണ്ടും കേട്ടും ഇരിക്കുകയാണ്. കാളിച്ചേട്ടൻ്റെ വീഡിയോ ഞാൻ മുഴുവനായി കണ്ടെങ്കിലും ആ വീഡിയോയിൽ ഉടനീളം ആളുകൾ മലപ്പുറം ജില്ലയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നതിൽ അങ്ങേയറ്റം അസ്വസ്ഥത കാണിച്ച കാളിച്ചേട്ടൻ അതേസമയം മലപ്പുറം ജില്ലയെക്കുറിച്ച് മോശമായി സംസാരിച്ച കെ സുരേന്ദ്രനെതിരെയോ വെള്ളാപ്പള്ളി നടേശനെതിരെയോ ഒരു വാക്കുപോലും മിണ്ടാനുള്ള സ്വദേശ സ്നേഹം കാണിച്ചത് കണ്ടില്ല. അവർ രണ്ടുപേരും സ്വന്തം നാടിനെ മോശമായി ചിത്രീകരിച്ചിട്ടും ഇകഴ്ത്തി സംസാരിച്ചിട്ടും അവർക്കെതിരെ ഒരു അക്ഷരം പോലും കാളിച്ചേട്ടൻ മിണ്ടിയില്ല എന്ന് മാത്രമല്ല, പരോക്ഷമായി അവരെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് കാളിച്ചേട്ടൻ്റെ സംസാരത്തിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും എനിക്ക് മനസ്സിലായത്. ഞാനും മലപ്പുറത്തുകാരനാണ് എന്ന് നിരന്തരം പറയുന്ന കാളിച്ചേട്ടൻ്റെ മലപ്പുറത്തെക്കുറിച്ച് സുരേന്ദ്രനും നടേശനുമൊക്കെ മോശമായി സംസാരിച്ചിട്ടും ഇകഴ്ത്തി കാണിച്ചിട്ടും സംസാരിക്കാനും പ്രതികരിക്കാനുമുള്ള കൃത്യമായ സ്പേസ് ഉണ്ടായിട്ടും അതിനെതിരെ ഒരക്ഷരം പോലും കാളിച്ചേട്ടൻ മിണ്ടാതിരുന്നത് അല്ലെങ്കിൽ മൗനമായിരുന്നത് കാളിച്ചേട്ടനിൽ ഒരു ഒറ്റുകാരൻ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. കാളിച്ചേട്ടനെ പോലെയുള്ളവർ ഏറെ ആരാധനയോടെ മാതൃകയാക്കി കൊണ്ടു നടക്കുന്ന റോൾ മോഡൽ എന്ന് വിശേഷിപ്പിക്കുന്ന ആളും ഈ നാടിനോട് ചെയ്തതും അതുതന്നെയാണ്. സവർക്കർ അയാളെ മാതൃകയാക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന കാളിച്ചേട്ടൻ സ്വന്തം നാടിനെ ഒറ്റുകൊടുക്കുന്നതിൽ ഒരത്ഭുതവുമില്ല, ആശ്ചര്യവുമില്ല. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.